ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഞാനൊരു ഓയിൽ പേസ്റ്റ് ഡ്രോയിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിൽ പേസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു ബുക്കും ഞാൻ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടാവും. അപ്പോൾ ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ ആ വീഡിയോൻ്റെ. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഞാൻ ഇതുവരെയായിട്ട് ഒരു ഡ്രോയിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഓയിൽ പേസ്റ്റ് ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഒന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഓയിൽ പേസ്റ്റ് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ എൻ്റെ റൂമിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നല്ല ചെയ്തേക്കണം. അപ്പോൾ ഒരു ഹാളിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഹാളത്തെ ഒരു ടേബിളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ 2-3 ദിവസം ഈ ഒരു ടേബിളിൽ നിന്നായിരിക്കും വീഡിയോസൊക്കെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യും, പിന്നെ ഇങ്ങനെ ഇതൊക്കെ ആക്കാൻ അത്യാവശ്യം ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ 4 ബ്രഷ് പെൻസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിലായിട്ടാണ് ഡ്രോയിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ പേസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. പുതിയ ഓയിൽ പേസ്റ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആ ഓയിൽ പേസ്റ്റിൻ്റെ ഒരിത് എടുത്തൊക്കെയാണ്. ഞാൻ ആ ഒരു ഓയിൽ പേസ്റ്റിൻ്റെ കവറൊന്നും ഞാൻ പൊളിച്ചിട്ടില്ല കേട്ടോ. കാരണം അത് പുതിയതായാണ്, ഇതുവരെയായിട്ടും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചാൽ ആ ഒരു കവറുണ്ട്, അതൊന്നും ഞാൻ ഓപ്പണേ ചെയ്തിട്ടില്ല. പുതിയതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഇന്ന് അതുകൊണ്ട് ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ കളർ ചെയ്തിട്ട് നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്യാനും കുറേ കാര്യത്തിനാണ് ആ സംഭവം. ഉപകാരം തന്നെയാണ്. ബട്ട് എന്തിന് ഞാൻ അത്രയ്ക്കൊന്നും ഉപയോഗിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും കളേഴ്സൊക്കെയാണ്. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡ്രോയിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുറേ നേരം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടതായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഈ ഒരു ടാപ്പ് 4 സൈഡിലും ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. പക്ഷേ ഇത് ഒട്ടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും വെറുതെ ഒട്ടിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ടാപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് വേണ്ടി ജസ്റ്റ് കളർ ചെയ്യണം. ഫസ്റ്റായിട്ട് തന്നെ ഒരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് അവിടെ ആയിട്ട് അടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ ഔട്ട്ലൈന് ഇപ്പോൾ വരച്ചതാണ്. ജസ്റ്റ് ഓയിൽ പേസ്റ്റ് കളർ വെച്ചിട്ട് ജസ്റ്റ് അപ്പോൾ ഫ്രണ്ട്സ്, ആ കൈ കണ്ടത് എൻ്റെ കസിൻ്റെയാണ് കേട്ടോ. അവളിപ്പോൾ വന്നതാണ്. അപ്പോൾ അവൾ ഞാനും അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിക്കുകയാണ്. അവളിങ്ങനെ കൊളാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അവൾ വെറുതെ വന്നപ്പോൾ ഓരോന്ന് കാട്ടുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ എൻ്റെ കളർ അടിക്കണത്, അവൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയൊക്കെയോ കാട്ടുകയാണ്. അങ്ങനെ ഒരു വിധം അടിച്ചു കഴിഞ്ഞെന്ന് പറയാൻ വരട്ടെ, അത്രയ്ക്കൊന്നും അടിച്ചു കഴിഞ്ഞിട്ടില്ല കേട്ടോ.
ഫ്രണ്ട്സ്, ഞാൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരിക്കുക ബൊമ്മ എന്തോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, എന്തോ കൊണ്ടുവന്നു. അപ്പം ഞാനത് തിന്നുകൊണ്ടിരിക്കുക. വെറുതെ നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തെടുത്തു. അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഒരു തോണി വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഈ ഒരു ഡ്രോയിങ് ഫുള്ളായിട്ടും അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ട്രീ ഒന്ന് ഫുള്ളാക്കിയിട്ട് വരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ 2 ബ്ലാക്ക് കളർ എന്താണെന്ന് വിചാരിക്കേണ്ടത്, ഇത് ന്യൂ ബ്ലാക്ക് കളറാണ്. അപ്പോൾ എൻ്റെ ഓൾഡ് ബ്ലാക്ക് കളർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ഇനിയും ഉണ്ട്. അപ്പോൾ ഞാൻ പഴയത് തന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചു, വെറുതെ വേസ്റ്റ് ആക്കണ്ട വിചാരിച്ചു. അത്യാവശ്യം പക്ഷെ അത് നന്നായി ഡ്രൈ ആയിട്ട് നിൽക്കുകയാണ്. ആക്ച്വലി അത് കാരണമാണ് ഞാൻ അത്രയ്ക്കൊന്നും ഉപയോഗിക്കാത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഡ്രോയിങ് ചെയ്തതിന് ഇടയിൽ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പം ഞാൻ ഫോണത്തെ പുറത്ത് നല്ല മഴയാണ്, അതൊന്നും ഷൂട്ട് ചെയ്യണില്ല ഞാൻ. പുറത്ത് അത്യാവശ്യം നല്ല മഴയാണ്. അപ്പം ഞാൻ ഫോണത്തെ വെളിച്ചം ജസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഡ്രോയിങ് അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടാപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരണം, റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇത്ര പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം ഫൈനൽ ലുക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒരു ടാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രോയിങ് കഴിയും. പിന്നെ ഈ ഒരു ടാപ്പ് ഇതാക്കിയതാണ് കുഴപ്പം. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒന്നുകൂടി കളർ ചെയ്തിട്ടെടുത്തു. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഈ ടാപ്പ് ഒട്ടിക്കണത് വെറുതെ ആണ്. സോ എങ്കിലും ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത് തന്നെ. ടാപ്പ് ഒട്ടിച്ചു പറഞ്ഞിട്ട് അവിടെ ആവാണ്ടൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ചില ഭാഗത്തൊന്നും അങ്ങനെ ആയിട്ടില്ല. കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഡ്രോയിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.